ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 27 ധ്യാനിക്കാം. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണിത്. എപ്പോൾ ഇത് പാടിയെന്ന് വ്യക്തമല്ല, എങ്കിലും 2 ശമൂവേൽ 21:16-17 വാക്യങ്ങളിൽ നടന്ന സംഭവത്തിന് ശേഷം പാടിയ സങ്കീർത്തനമാണിതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. യുദ്ധത്തിന് പോയപ്പോൾ മല്ലനായ ഒരുവൻ ദാവീദിനെ കൊല്ലാൻ അടുത്തപ്പോൾ അബിശായി തുണ നിന്ന് മല്ലനെ വെട്ടിക്കൊന്നു. ആ സമയത്ത് ദാവീദിൻ്റെ ഭൃത്യന്മാർ, നീ ഇസ്രായേലിൻ്റെ ദീപമാണ്, നീ യുദ്ധത്തിന് വരരുത് എന്ന് പറഞ്ഞപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവയാണ് വെളിച്ചമെന്ന്. 1-ാം വാക്യം, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ഫലം, ഞാൻ ആരെ പേടിക്കും? ഓരോ വിശ്വാസിയും ഇങ്ങനെ ഉള്ള അനുഭവം നമുക്കുണ്ടാകണം. യഹോവ എൻ്റെ വെളിച്ചമാണ്. വ്യക്തിപരമായ അനുഭവമാണിത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നടത്തിയ ദൈവം എൻ്റെ വെളിച്ചമാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? സങ്കീർത്തനം 56:11 എബ്രായർ 13:6 വായിക്കുന്നു. വാക്യം 2-3, എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമറിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പാണ് ഇവിടെ പറയുന്നത്. ഓരോ വിശ്വാസിക്കും ഈ ഉറപ്പുണ്ടായിരിക്കണം. നമ്മിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. നമ്മൾ വീണാലും നിലം പരിചാകുകയില്ല. ഞാൻ ദൈവകരങ്ങളിലാണ്. അവിടെ ആയിരിക്കുന്നിടത്തോളം ഞാൻ സുരക്ഷിതനാണ്. കാരണം യഹോവ എൻ്റെ പരിചയാണ്. ഏത് ശത്രു വന്നാലും തടുക്കുന്നത് എൻ്റെ ദൈവമാണ്. വാക്യം 4, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് താൻ തന്നെ ഒന്നുമില്ല എന്ന അനുഭവം, കർത്താവാണ് തനിക്ക് സകലതും എന്ന ചിന്തയുമാണ്. ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുക എന്ന അനുഭവം. നമ്മുടെ ദർശനം എപ്പോഴും ക്രിസ്തുവിലാകട്ടെ. എബ്രായരിൽ വായിക്കുന്നത് പോലെ യേശുവിനെ നോക്കി ഓട്ടസ്ഥിരതയോടെ ഓടുക. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം അവൻ്റെ പരിജ്ഞാനത്തിൽ വളരുക എന്നതാണ്. ക്രിസ്തു ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ സാത്താൻ അവിടെ പ്രവേശനമില്ല. ക്രിസ്തുവിൽ ആകുക, ക്രിസ്തുവിനെ ധരിക്കുക മുതലായ പ്രയോഗങ്ങൾ നാം വചനങ്ങളിൽ വായിക്കുന്നുണ്ട്. ദാവീദ് മരുഭൂമിയിൽ അലഞ്ഞൊളിഞ്ഞ് നടക്കേണ്ടി വന്നപ്പോൾ തൻ്റെ ഒരേ ഒരു ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണണം, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം, ആലയത്തിൽ പാർക്കണം. ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ട് അവനെ ധ്യാനിക്കണം. ദൈവം നമ്മെ ഈ ചിന്തകളാൽ ഹൃദയം നിറയ്ക്കട്ടെ. അപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, യഹോവേ, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എപ്പോഴും പ്രമോദങ്ങളും ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. വാക്യം 5, അനത്ത ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇതേ ആശയമാണ് സങ്കീർത്തനങ്ങൾ 31-ലും സങ്കീർത്തനം 91-ലും യെശയ്യാ 4:4 വായിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഉറപ്പുള്ള പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ സന്നിധി വിട്ട് നാം എവിടേക്ക് പോകും? ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? പാറമേൽ ഉയർത്തും. ക്രിസ്തുവാന പാറമേൽ നാം സുരക്ഷിതരാണ്. അത് ശാശ്വത പാറയാണ്, കുലുങ്ങാത്ത പാറയാണ്, അജയ്യായ പാറയാണ്, യുഗങ്ങളുടെ പാറയാണ്. ശത്രുക്കളുടെ മീതെ ദൈവം നിന്നെ നിർത്തിയിരിക്കുമ്പോൾ നമ്മുടെ നില എത്ര ഭദ്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവമക്കളാകുന്ന നമുക്ക് ലഭിക്കുന്ന ഭാഗ്യപദവി എത്ര വലിയ വാഗ്ദത്തമാണിത്. നാം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ചിന്തിക്കുക, ധ്യാനിക്കുക. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അവൻ നമ്മെ വിളിച്ചത് എങ്ങനെ അലഞ്ഞൊലിഞ്ഞ് നടക്കാനല്ല. അവൻ നമ്മുടെ ചുറ്റും കാവൽ ചെയ്യും, പകലും രാത്രിയും പരിപാലിക്കും. സങ്കേതവും മറവിടവും തണലും പ്രകാശവുമായിരിക്കും. നമ്മെ തന്നെ അവൻ്റെ കരങ്ങളിൽ പരമേൽപ്പിക്കാം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതയെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ദൈവത്തിൽ ആശ്രയിച്ച് അവനായി ജീവിക്കാം, ക്രിസ്തുവിൽ വളരാം, അവനായി ആഗ്രഹിക്കാം, അവൻ്റെ പരിജ്ഞാനത്തിൽ വളരാം.
ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്തോഷം അനുഭവിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനിൽ വിശ്വസിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി ജീവിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.